നിലവിൽ താലൂക്ക് ആശുപത്രിയിലാണ് മരിച്ച മിഥുന്റെ മൃതദേഹമുള്ളത്. അവിടെ അധികം വൈകാതെ തന്നെ മറ്റ് നിയമപ്രകാരമുള്ള പോലീസിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്ന് അറിയാൻ കഴിയുന്നു. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കാര്യം. ഇത്രത്തോളം ഈ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും പോലീസ് ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ജിംസ്, അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, ഈ അധ്യയന വർഷാരംഭവുമായി ബന്ധപ്പെട്ട് പരിശോധനകളുടെ നേരത്തെ ഞാനൊരു ചെക്ക് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് സ്കൂളുകളിൽ കൃത്യമായി, അതായത് സ്കൂള്, ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ പ്രഥമാധ്യാപകന്റെ പേരും ഒപ്പം സഹിതം നൽകേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ഇപ്പോൾ ഉണ്ട്. അതിൽ 26ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. സ്കൂൾ പരിസരത്തോ കോമ്പൗണ്ടിലോ ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടമാംവിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം കൃത്യമായി അന്ന് പാലിച്ച് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉത്തരമൊക്കെ ഒരുപക്ഷെ ഇനി കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അതിലൊരു അറിയിച്ച് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ സ്വീകരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ആ 13കാരനായിട്ടുള്ള ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു എയ്ഡഡ് സ്കൂളാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ഓടിട്ട കെട്ടിടമുണ്ട്, തൊട്ടപ്പുറത്ത് നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല കാലപ്പഴക്കം ചെന്ന ഇവിടെ സംസാരിച്ച പല ആളുകളുമൊക്കെ ഈ സ്കൂളിൽ പഠിച്ച ആളുകളാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പഠിച്ച ആ സമയത്ത് അതേ കെട്ടിടം അതുപോലെ നിൽക്കുന്നു. അധികം വൈകാതെ പുനർനിർമ്മിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയേക്കാം. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാം. കുട്ടികളെ പുറത്തേക്ക് വരുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി ചെറിയ തടി വെച്ചാണ് അവരുടെ ഒരു മറ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ക്ലാസ്സിലേത് അത് പൂർണ്ണമായും തകർന്നിട്ട് പോലും കൃത്യമായി അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, സർക്കാർ സ്കൂളുകളൊക്കെ വലിയ രീതിയിൽ നിലവാരത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് ഓരോ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ അതിലൊന്ന് തൊടുമ്പോൾ തന്നെ അത് വീഴ്ന്നു പോകുന്ന അവസ്ഥയിലൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം സൗകര്യമൊരുത്തിക്കൊണ്ടാണ് ഈ തേവലക്കര ഹൈസ്കൂളിൽ ഈ ക്ലാസ്സുകൾ ഇതുവരെയും നടന്ന് മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളൊരു കാര്യവും അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒരു കുട്ടി, ഒരു 13 വയസ്സുകാരൻ രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ആദ്യ ട്രിപ്പിൽ വരികയും തുടർന്ന് കുട്ടികളോടൊപ്പം ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയും ചെരുപ്പ് മുകളിലേക്ക് പോയപ്പോൾ ആ ചെരുപ്പ് ഇപ്പോഴും അതിൻ്റെ ആ ഉടമ കാത്തങ്ങനെ അവിടെ കിടക്കുകയാണ്. ആ ഒരു ദൃശ്യം നമുക്ക് കാണാം. അപ്പോൾ അവിടെ എടുക്കാനുള്ള ഒരു ശ്രമം, അതായത് ഈ തറയിൽ നിന്നും കുട്ടികൾക്ക് എത്തുന്ന ഒരു ഭാഗത്തല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറുവശത്ത് കൂടെ കടന്നുപോയി അത് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയും ചെയ്തത്. അത് ഒരു വലിയ അപകടത്തിലേക്ക് വഴിവെക്കുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവഴിയും അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഗേറ്റും മറ്റ് സൗകര്യങ്ങളുമൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ട് ആളുകൾ ഈ അപകടം നടക്കുന്ന സമയത്ത്, അതായത് ഇത് മുകളിലേക്ക് പോകുന്നു, അവിടെ ഒരു കുട്ടി കയറി മുൻപോട്ട് നടന്നു വരുമ്പോൾ കുറച്ചൊരു 4-5 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ ഈ വൈദ്യുതി കമ്പിയിലേക്ക് തട്ടുന്ന ഒരവസ്ഥയിൽ അത്രത്തോളം താഴ്ന്നാണ് ഈ ഒരു വൈദ്യുതി ലൈൻ അതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു മിഥുന് അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ ആ മിഥുന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയത്. അതായത് ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ പഠിച്ച ആളുകൾ പലരുമൊക്കെയാണ് ഈ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഇത് കാണുന്നത്.